ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഒരു ഡെയിലി വ്ളോഗാണ്. എൻ്റെ സാധാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഇന്നാണെങ്കിൽ എണീക്കാൻ ഇത്തിരി നേരം വൈകിയിരിക്കണു. ഒരു 8 മണി 8:30 ആയിരിക്കണു എണീക്കാൻ. പിന്നെ ഇന്ന് കഷായമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എണീറ്റ് കുളിക്കണം, കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം കഷായമൊക്കെ കുടിക്കാനായിട്ട്. പക്ഷേ ഞാൻ എണീക്കാൻ നേരം വൈകിയോടെ അമ്മയുടെ പ്ലാനൊക്കെ തെറ്റി. അപ്പോൾ ഡയറക്റ്റായിട്ട് കഷായം കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേ ഉണ്ണി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയുടെ ഉദ്ദേശം കണ്ടില്ലേ? ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മുടി രാത്രി കെട്ടിവെക്കാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ അങ്ങനെ ജസ്റ്റ് എങ്ങനെയൊക്കെ കെട്ടിവെച്ച് കിടന്നിട്ട് മുടി ഫുള്ള് കട്ട പിടിച്ചിട്ട് ഈ അടുത്ത് ജസ്റ്റ് കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ തൊട്ട് ഞാൻ ഇന്നലെ തൊട്ട് മുടി പിൻ ചെയ്തിട്ടാണ് രാത്രി കിടന്ന് ഉറങ്ങണേ. അപ്പോൾ ഞാൻ പിന്നെ ഉണ്ണീനെ ഇങ്ങനെ തൊടിച്ചെടുക്കട്ടെ, വാവകൾക്ക് കൈ കാല് തൊട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തൊടിച്ചെടുക്കണം. അവന് വലിയ ഇഷ്ടമായിട്ട് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഉണ്ണി അവരെ വാവാന്നൊക്കെ വിളിച്ചു തുടങ്ങി. വാവകൾ എന്നില്ല, വാവാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കും. അപ്പോൾ ഇന്നേക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് 18 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നാളായപ്പോഴേക്കും ഉണ്ണിക്ക് അവരായിട്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്ര നാൾ അവരെ കാണുമ്പോൾ അവൻ പിടിച്ച് വലിക്കുക, ഭയങ്കരമായിട്ട് മുറുക്കി പിടിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ചെറിയൊരു അഴവ് വന്നിട്ടുണ്ട്. ഉമ്മ കൊടുക്കാൻ പറയുമ്പോൾ അവർക്ക് ഉമ്മ കൊടുക്കണുണ്ട്. അതുപോലെ തന്നെ വാവാന്നൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട്. ഈവൻ ഈ ഉണ്ണികളെ തൊടുന്നത് അവൻ എൻജോയ് ചെയ്യണ്ടെങ്കിൽ പോലും അവൻ്റെ നോട്ടം ഫുള്ള് ഫോണിക്ക് കേട്ടോ. ഫോൺ കണ്ടു കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി വലിയ വാശിയാണ്. അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡിൽ നിന്ന് എണീറ്റ് പോന്നു. ബെഡ് ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവനെ ഒതുക്കാൻ വേണ്ടി അമ്മ കയ്യിലെന്തോ ഒരു പാത്രത്തിൽ എന്തോ ഒന്ന് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദോശയായിരുന്നു തോന്നുന്നു. ഞാൻ രാവിലെ കഷായം കഴിക്കുന്നതുകൊണ്ട് രാവിലെ ടിഫിൻ അങ്ങനെ കഴിക്കുന്നില്ല. കഷായം കഴിക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിനായിട്ട് ചോറാണ് ഇവിടെ തരുള്ളൂ. ടിഫിനിന് തൊട്ട്, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് ഫുൾ ചോറായിരിക്കും. ഞാൻ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ മിസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കഷായം കുടിക്കാൻ വന്നിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാട്ടോ കഷായം കുടിക്കാൻ എന്ന് പറയുന്നത്. കഷായം മാത്രമാണ്, മരുന്നുകൾ കഴിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. കഷായം കുടിക്കാൻ എനിക്ക് ഭയങ്കര ചടപ്പാണ്. ഈ ഒരു ഗ്ലാസ് കഷായം കുടിക്കാൻ ഞാൻ 1 മണിക്കൂർ സമയമെടുക്കും. അത്രയധികം എനിക്കിഷ്ടമില്ല കഷായം കുടിക്കാൻ, അങ്ങനെ വേണം പറയാൻ. പക്ഷേ ഈ വട്ടം എന്തായാലും ഞാൻ കുടിക്കുന്നത് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആരോഗ്യത്തിന് ഇത് മസ്റ്റാണ്. അങ്ങനെ ഞാനിരുന്ന് കുടിക്കേണ്ട. ആ പുണ്യം വന്നിട്ട് അവൻ്റെ വിചാരം ഇത് എന്തോ സോഫ്റ്റ് ഡ്രിങ്കാണ് കേട്ടോ. ആ കളറൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ കുടിക്കണമെന്ന് കണ്ടപ്പോൾ ജസ്റ്റ് അവനൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അവൻ ടേസ്റ്റ് മനസ്സിലാക്കിയോട്ടെ എന്ന് കരുതിയിട്ട് രാവിലെ ടിഫിന് ചോറും പിന്നെ അതുപോലെ തന്നെ മുതിരയുടെ ഉപ്പേരിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വന്നിരുന്നു. വീക്ക്ലി വൺസാണ് ചേട്ടൻ വീട്ടിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇന്നോട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, മഞ്ഞൾ കുളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചു. അപ്പോൾ കുളിക്കുന്ന സംഭവങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ധന്വന്തര തൈലത്തിൽ, ഞാൻ തൈലം മുൻപത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കസ്തൂരി മഞ്ഞളുടെ പൊടി ചേർത്ത് ഇങ്ങനെ വെക്കും. പിന്നെ അത് കടലമാവ് തലയിൽ തേക്കാൻ വേണ്ടി, ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യണില്ലല്ലോ, അപ്പോൾ അതിന് പകരം കടലമാവാണ് തേക്കുന്നത്. അപ്പോൾ ഈ തൈലം നമ്മൾ മേത്ത് തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഈ പീച്ചിക്കായ ഉണ്ടാവുമല്ലോ, പീച്ചിക്കായയുടെ സ്ക്രബ് കിട്ടും നമുക്ക്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മേൽ ഉരച്ച് തേച്ച് കുളിക്കുക. വേറെ ഒന്നുമില്ല, പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. നമ്മുടെ ബോഡി ഫുള്ള് പിഗ്മെൻറ്റഡ് ആവുമല്ലോ, അത് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് ഈവനിങ് ആട്ടോ. ഞാൻ പിന്നെ ചേട്ടൻ പോയതിന് ശേഷമാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഈവനിങ് വല്യമ്മ വീട്ടിലേക്ക് വന്നിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ വലിയച്ഛൻ്റെ വീട്. അപ്പോൾ വല്യമ്മ ഈവനിങ് ആയപ്പോൾ വന്നിരുന്നു. അപ്പോൾ ഉണ്ണീനോട് കണ്ണെവിടെ മൂക്കെവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ തൊട്ട് കാണിക്കണമൊക്കെ ഉണ്ട്. അവൻ്റെ കണ്ണേതാ, മൂക്കേതാ, ചുണ്ടേതാ, ഇത് മാത്രം അറിയാം, പല്ലേതാ, ഇത് 4 അവൻ അറിയുള്ളൂ കേട്ടോ. വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് ആക്ച്വലി പഠിപ്പിച്ചു കൊടുക്കുന്ന ടൈമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ 9 മന്ത് തൊട്ട് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കെല്ലാം ഒരു ബോധക്ഷയം പോലെയായിരുന്നു. പിന്നെ അത് ഞാൻ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് ഉണ്ണി ആദ്യമായിട്ട് എൻ്റെ അടുത്ത് മാറി നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പോയപ്പോൾ ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ഒരു 4 സംഭവം. അപ്പോൾ ഇപ്പോൾ എപ്പോൾ ചോദിച്ചാലും അവൻ തെറ്റാണ്ട് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും, കണ്ണും മൂക്കും ചുണ്ടും വായും ഒക്കെ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മഞ്ഞൾ കുളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡ്രസ്സ് ഇടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എത്ര തേച്ച് ഉരച്ച് കളഞ്ഞാലും ഈ മഞ്ഞളുടെ കളറ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവില്ല. അപ്പോൾ പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുമ്മ പിടിച്ച് അത് ചീത്തയാവും. അതുകൊണ്ട് തന്നെ ഉള്ളതിൽ ഏറ്റവും പഴയ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലിടുന്നത്. അതാട്ടോ കോലങ്ങനെ. പിന്നെ ഒരു സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇത് കുറേ പേര് വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട്, ചലഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ വാങ്ങിയതാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കിച്ചൺ വരെ പോയിരുന്നു. അല്ലാണ്ട് അങ്ങനെ ഒന്നിനും കയറില്ല കേട്ടോ ഈ ഒരു ടൈം ആയതുകൊണ്ട്. അപ്പോൾ കിച്ചണിൽ കയറിയപ്പോൾ അമ്മ ഒന്ന് പുറത്ത് പോയിരുന്നു. അപ്പോൾ അമ്മ ഈ ഒരു ബെന്ന് വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ് സാധാരണ ഇങ്ങനെ നാളികേരം സ്റ്റഫ് ചെയ്ത ബെന്ന്. പക്ഷേ ഇത് കഴിച്ച് നോക്കിയപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ടേസ്റ്റ് വ്യത്യാസം. വേറൊന്നുമല്ല, നാളികേരത്തിന് പകരം ഇതിൻ്റെ ഉള്ളിൽ അവിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കടിക്കാനും ചവയ്ക്കാനും ഇറക്കാനൊക്കെ നല്ല പാടായിരുന്നു ബെന്നാണെങ്കിൽ പോലും.
പോലും. അപ്പോൾ ഞാൻ അമ്മോട് പറയാണ്, അമ്മ ഇത് അമ്മ ഉദ്ദേശിച്ച സാധനമല്ല എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കണത്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ആകെ മഞ്ഞ നിറമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കിച്ചണിൽ കയറില്ല എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കെടുക്കാൻ തന്നെ പറയണം. അപ്പോൾ പിന്നെ നമ്മൾ കിച്ചണിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്കാരൊക്കെ അറിഞ്ഞ് നല്ല ചീത്ത പറയും. കാരണം അങ്ങനെ പാടില്ല, നമ്മളിപ്പോൾ ടൈമിൽ റെസ്റ്റ് എടുക്കാൻ ടൈമാണ്. പക്ഷേ എനിക്ക് ഓക്കെ തോന്നും. പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തിന് അമ്മ അലൗ ചെയ്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. എല്ലാം അമ്മേനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അമ്മയ്ക്ക്, അല്ലെങ്കിൽ തന്നെ ഇരിക്കാൻ നേരമില്ല, അത്രയധികം പണിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു മാഗി ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എന്തോരം നേരം എടുക്കും, കൂടി വന്ന ഒരു 5 മിനിറ്റ് അത്രയല്ലേ എടുക്കുള്ളൂ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇതേ മാഗി എടുത്ത് അത് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ സോസ് ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ, കാരണം അത് മാഗീൻ്റെ ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ കരുതി ഇത് മറ്റേത് വേറെ ബ്രാൻഡല്ലേ എന്നൊക്കെ കരുതി. ഈ സോസൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നിന്നുള്ളൂ, അപ്പോഴേക്കും ആകെ വിയർത്തൊലിച്ചു. കാരണം ഇന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെന്ന് കരുതി പുറത്തേക്ക് വന്ന് ഉണ്ണികളെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ 2 പേരും ഉറങ്ങി തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാനത് കഴിക്കാമെന്ന് കരുതി. ചൂടാറട്ടെ കേട്ടോ കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ എരിവും ചൂടും കൂടി എനിക്ക് പറ്റത്തില്ല ഈ ഒരു ടൈമിൽ, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി എടുത്തുള്ളൂ, കാരണം എനിക്ക് അതിൻ്റെ സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നില്ല. സ്മെല്ല് തന്നെ ഭയങ്കര ഭയങ്കര കുത്തെടുക്കണ പോലത്തെ ഒരു മണം. അപ്പോൾ കഴിക്കാൻ പറ്റാത്തൊരു സ്മെല്ലൊക്കെ പറയില്ല, അതുപോലെ തോന്നിയിരുന്നു. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരാൾ നല്ല വാശി പിടിക്കുന്നുണ്ട് കിട്ടാൻ വേണ്ടി. പക്ഷെ നമ്മൾ കൊടുക്കില്ല കേട്ടോ, കാരണം ഇത് നല്ല എരിവുണ്ടായിരുന്നു. അമ്മ അപ്പോൾ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ജസ്റ്റ് ഡേറ്റ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കഴിച്ചോളെന്ന് കരുതി. അല്ലാണ്ട് ഇതൊന്നും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട് നോ 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 എന്ന്, കാരണം ഇത് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇത് തോന്നിയില്ല. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് നമ്മുടെ ചുണ്ടിന് ചുറ്റും ഒരു തരിപ്പ് വരണ പോലെ തോന്നി. അങ്ങനെ വായിക്ക് അങ്ങനെ എരിവ് വരണില്ല, ചുണ്ടാണ് നമുക്ക് ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ എരിവ് പിടിക്കുന്നത് ചുണ്ടിലാണ്. പിന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. നമുക്ക് മാഗിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യണത്. അപ്പോൾ ഇത്തിരി എരിവ് അങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എരിവ് കൂടി വരുന്ന പോലെ തോന്നും. മെയിനായിട്ട് നമ്മുടെ ചുണ്ട് തന്നെയാണ് പുകഞ്ഞ് നീറുക. ജസ്റ്റ് നമുക്ക് വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, അങ്ങനെ പറ്റുള്ളൂ. വല്ലപ്പോഴും കഴിക്കാമെന്ന് പറയുമ്പോൾ ലൈഫ് ടൈമിൽ ഒരു ടൈം അങ്ങനെ കഴിച്ച് അങ്ങനെ, അല്ലാണ്ട് മാഗി പോലെ നമ്മൾ അഡിക്റ്റ് ആയിട്ട് കുറേ കഴിക്കുന്നില്ല. പിന്നെ അമ്മ ഉണ്ടായിരുന്നു, അമ്മയ്ക്കും കുറച്ച് കൊടുത്തു, അമ്മയും കഴിക്കട്ടെ എന്ന് കരുതി. പിന്നെ ബ്രദർ ഉണ്ടായിരുന്നു, അവരും ഞാൻ എടുത്തു വെച്ചു. കാരണം ഞാൻ 2 പാക്കറ്റ് ഉണ്ടാക്കിയിരുന്നുകൊണ്ട് അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇത്തിരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ, നമ്മളധികം എരിവ് കഴിച്ചാൽ ചിലപ്പോൾ സീനാവും. അതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ റൂമിലേക്ക് വന്നിട്ട് തന്നെ അമ്മ എനിക്ക് സാമ്പാർ ഒഴിച്ച് ചോറ് തന്നപ്പോൾ തന്നെ എനിക്ക് തീരെ പറ്റിയില്ല. ഭയങ്കരമായിട്ട് എക്കിട്ടെടുക്കലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിനൊക്കെ സീനാണ്. ഇപ്പോൾ സ്റ്റിച്ചൊക്കെ ഉണങ്ങി, എന്നാലും എനിക്ക് എരിവ് കഴിക്കാൻ ഇത്തിരി പേടിയാണ്. പിന്നെ എടുത്തത് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ചലഞ്ചിൽ ഞാനത് കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, ഇവഞ്ച്വലി നല്ല എരിവ് കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല എരിവ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് തൊട്ട് മുൻപ് വരെ ഞാൻ അമ്മോട് പറഞ്ഞിരുന്നു, എരിവില്ല അമ്മ, ചുണ്ട് മാത്രം നീറുള്ളൂ, എരിവ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഗതി കെട്ടിട്ട് അമ്മോട് ഞാൻ വെള്ളം ചോദിച്ചു. അങ്ങനെ അമ്മ വെള്ളം എടുത്ത് തന്നിട്ട് ഞാൻ വെള്ളം കുടിക്കുകയാണ് ചെയ്തത്. ഒരു അത്യാവശ്യം വെള്ളം കുടിച്ചപ്പോഴേക്കും ഓക്കെ ആയിട്ടോ. പിന്നെ അധികം എരിവ് അറിയണില്ല. വെള്ളം കുടിച്ചപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട്. അല്ലാണ്ട് വെള്ളം കുടിച്ചിട്ടും പിന്നെ അയ്യോ തീരെ പറ്റില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളം കുടിച്ചപ്പോൾ തന്നെ ആ ഒരു എരിവ് ഒരു സൈലൻ്റായി സെറ്റായി ഇരിപ്പായി. പക്ഷേ ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ അമ്മ പറയാം, വെള്ളം ചൂടുവെള്ളം അരിക്കണം, ഇപ്പം തന്നെ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ എനിക്ക് ഇത്തിരി കിളി പോയി. പിന്നെ ഞാൻ അമ്മോട് പച്ചവെള്ളം താമ്മേന്ന് പറഞ്ഞിട്ടാണ് അമ്മ എനിക്ക് തിളപ്പിക്കാത്ത വെള്ളം കൊണ്ടുവന്നു. പിന്നെ ആ ഒരു എരിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഏത് വെള്ളം കിട്ടിയാലും നമ്മൾ കുടിക്കുമല്ലോ. അങ്ങനെ ആ വെള്ളം കുടിച്ചിട്ട് ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഞാനിപ്പോൾ 2 വീക്സായി ഡെലിവറി കഴിഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ വർക്കിന് ഞാനിപ്പോൾ കുറേ ആയിട്ട് കയറിയിരുന്നില്ല. അപ്പോൾ എനിക്ക് വർക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഡെലിവറിക്ക് പോകണേ തലേന്ന് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്ക് എൻ്റെ വർക്ക് അലൗ ചെയ്യണ സാറ് സമ്മതിച്ചില്ല. ആൾ 2 വീക്ക് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. അങ്ങനെ ഒന്ന് 2 വീക്സ് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കുകയാണ്. ഓൾറെഡി ഞാൻ വേറെ ഒന്നുമല്ല വർക്ക് ചെയ്യാൻ, ഡെലിവറി കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യാൻ നോക്കിയത്. നമ്മളിതിൽ നിന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ആകെ ഒരു പുകമയായിരിക്കും പിന്നെ അങ്ങോട്ട്. കാരണം എന്താണെന്നും കാരണം ഈ ഒരു ഇതാണ് അക്കൗണ്ടിങ്ങും കാര്യങ്ങളാണ്. ഞാനാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്മിനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇത് ഈ ഒരു കണക്കും കാര്യങ്ങളും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആളായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഈ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഇപ്പോൾ പാസ്റ്റ് 2 വീക്സിലെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഞാനാണെങ്കിൽ അഡ്മിനാണെങ്കിൽ പോലും എനിക്ക് മെയിൽ ID ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, പാസ്വേഡ്
ചേഞ്ച് ആയിരിക്കണോ, പാസ്വേഡ് ആക്ച്വലി 6 months മുന്നേ ചേഞ്ച് ആയിരിക്കണോ, ഞാനത് എഴുതി വെച്ചിട്ടില്ല, എനിക്കത് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയി. ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഞാൻ ഇരിക്കുകയാണ്. ആക്ച്വലി ആ സാറിനെ വിളിച്ചിട്ട് ഇനി എല്ലാതും ചോദിക്കാൻ എനിക്കൊരു മടി. കാരണം അഡ്മിനാണ് ഞാൻ, എന്നിട്ട് പോലും പാസ്വേഡ് ചേഞ്ച് ആയത് ഞാൻ എഴുതി വെച്ചിട്ടുമില്ല, എനിക്ക് ഓർമ്മയുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ബുക്കുണ്ട്, ആ ബുക്കിൽ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഫുള്ള് നോക്കിയപ്പോൾ ബുക്ക് ഉണ്ണിയെടുത്ത് കൈകാര്യം ചെയ്തിരിക്കണു, അവൻ അവിടെ ഇവിടെയൊക്കെ കീറിക്കിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയിരിക്കണു. ഇനി എന്തായാലും കോൾ ചെയ്ത് ചോദിക്കേണ്ടി വരുന്നുള്ളത് മനസ്സിലായി. എനിക്ക് ആക്ച്വലി കോൾ ചെയ്യാൻ നല്ല മടിയുള്ള ഒരാളാട്ടോ ഞാൻ. ഈ വർക്കിൻ്റെ കോൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ പിന്നെ ഞാനത് ലാപ്പ് ഓഫ് ചെയ്തൊക്കെയാണ് ചെയ്യണത്. കാരണം ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം എനിക്കൊന്നിലും കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.